ശ്രീ ഗോപകുമാർ വളരെ ക്ലിയർ ആയിട്ടാണ് അങ്ങനെ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് തനിക്കൊരു ആഗ്രഹവുമില്ല. ഇത് മാതൃഭൂമി ന്യൂസിന് മാത്രമല്ല, ആ സമയത്ത് സംസാരിച്ച എല്ലാ മാധ്യമങ്ങളോടും അന്ന് കെ.സി. വേണുഗോപാൽ എടുത്തൊരു സ്റ്റാൻഡ് അതായിരുന്നു. അതിൽ തർക്കമില്ല. പക്ഷേ തലയെണ്ണുമ്പോൾ കെ.സി.യാണ്, ഹൈക്കമാൻഡിലേക്ക് പോകുമ്പോൾ കെ.സി.യാണ്. അപ്പോൾ പിന്നെ എവിടെ വെച്ചാണ് ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയ അഭിപ്രായം മാറിയിട്ടുണ്ടാകുക? ഇല്ല, ആദ്യമേ അത് തന്നെയായിരിക്കും അഭിപ്രായവും. മനസ്സിൽ അത് വെച്ചുകൊണ്ട് മറ്റൊന്ന് പറയുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു രംഗം കോൺഗ്രസ് പാർട്ടി ഈ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. കാരണം പുത്തരിയിൽ തന്നെ കല്ല് കടിക്കുന്നൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഒരു അമ്പയർ തന്നെ കളിക്കാൻ രംഗത്തിറങ്ങുന്ന പോലെ. കാരണം 5 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായ ഒരാൾ ഒരു ചെറിയ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാകാൻ അസംബ്ലി തെരഞ്ഞെടുപ്പ് മത്സരിക്കാതെ കെട്ടിയിറക്കി ഒരു മത്സരം അടിച്ചേൽപ്പിക്കുന്നൊരു സാഹചര്യം. ഈ സാഹചര്യം ഉണ്ടാക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യവും ഇതുണ്ടായിരുന്നു. കാരണം മറ്റു ചില ചാനലുകൾക്കൊക്കെ അദ്ദേഹം കൊടുത്ത ഒരു അഭിപ്രായം, ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല, വിവാദം വേണ്ട എന്ന് പറഞ്ഞതാണ്. ഇത് മാതൃഭൂമിക്ക് മാത്രമായിരിക്കാം അദ്ദേഹം ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞതൊക്കെ വെള്ളത്തിലെഴുതിയ പോലെയായി. അതൊക്കെ മാറിപ്പോയി. വാസ്തവത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ പ്രായനായി നിന്നിരുന്ന ഒരു സംഘടനയെ ശക്തിപ്പെടുത്തി അതിന് ജീവൻ കൊടുത്ത് ആത്മവിശ്വാസം നൽകി മുന്നോട്ട് കൊണ്ടുപോയി 5 വർഷം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച് വലിയൊരു തിരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാ വെല്ലുവിളികളും നേരിട്ട് മുന്നോട്ട് പോയ ഒരാൾ. അവൾ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് മിക്കവാറും വന്ന നറേറ്റീവ്സിലെല്ലാം ഭരണകക്ഷിയിൽ നിന്ന് കിട്ടുന്ന ആക്ഷേപങ്ങളെയൊക്കെ ചെറുക്കാൻ പറ്റുന്നു. അതെല്ലാത്തിനും പുറമെ ആത്മവിശ്വാസം നൽകി 100-ലേറെ സീറ്റുകൾ വാങ്ങും, അതല്ലെങ്കിൽ വനവാസത്തിന് പോകും എന്നുവരെ പറഞ്ഞ ഒരു നേതാവ്. അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട്, പൊതുജനങ്ങളുടെ പിന്തുണയുണ്ട്, പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുണ്ട്. ഇതെല്ലാം മറികടന്ന് മെറിറ്റിന് ഒരു വാല്യൂവും തരാതെ പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. അത് ബുദ്ധിപൂർവമായിരിക്കില്ല, ബുദ്ധിശൂന്യമായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാതെ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാൾ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പൊടുന്നനവേ വന്ന് ഇറങ്ങി ഒരു മത്സരമുണ്ടാക്കി 2 സീറ്റുകൾക്ക് ബൈ ഇലക്ഷൻ വെച്ച് കുറഞ്ഞ പക്ഷം ഒരു MLA-യുടെയെങ്കിലും രാഷ്ട്രീയ ഭാവി തൽക്കാലമെങ്കിലും ഇല്ലാതാക്കും. കാരണം ഒരു MLA രാജിവെപ്പിച്ച് അയാൾ ആലപ്പുഴ നിർത്തണമെന്നൊന്നുമില്ല. ആലപ്പുഴ നിർത്താൻ വേറെ സ്ഥാനാർത്ഥികൾ വേണ്ടി വരും. വടക്കുള്ള ഒരാളാണ് രാജിവെക്കുന്നതെങ്കിൽ ആലപ്പുഴ അയാൾ നിൽക്കില്ലല്ലോ. അങ്ങനെ എളുപ്പം ജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമൊന്നുമില്ല കേരളത്തിൽ. ഉറപ്പായിട്ട് പറയാം, കോൺഗ്രസ്സിന് ഉറപ്പായിട്ട് കണ്ണടച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തൃക്കാക്കര മാത്രമാണ്. ഉറപ്പായിട്ട് ജയിക്കുമെന്ന് പറയാൻ അവിടെ പോലും വെല്ലുവിളികളുണ്ട്. ബാക്കി പാർട്ടി ഗ്രാമങ്ങളുള്ള CPM-നെ പോലെയോ കൃത്യമായ സോളിഡ് വോട്ട് ബാങ്കുള്ള മുസ്ലിം ലീഗിനെ പോലെയോ ഉറപ്പിച്ച സീറ്റുകൾ കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ കഴിയില്ല. ഇതൊരു തരംഗം സൃഷ്ടിച്ചു. ആ സുനാമി, ആ തരംഗം സൃഷ്ടിച്ചതിന് പ്രധാന ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് VD സതീശനായിരുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ പരിഗണിക്കണം. പ്രത്യേകിച്ചൊരു പുതിയ ഗവൺമെൻറ് വരുന്നു, വെല്ലുവിളികളേറെയുണ്ട്, ഭരണരംഗം എങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു കൃത്യമായൊരു കാഴ്ചപ്പാടും ഹോംവർക്ക് ചെയ്ത ഒരാൾ, ഹാർഡ് വർക്ക് ചെയ്ത ഒരാൾ, ഏറ്റവും സ്മാർട്ട് വർക്ക് ചെയ്ത ഒരാൾ, അങ്ങനെ ഒരാൾക്കല്ലേ ഒരു അവസരം കൊടുക്കേണ്ടത്. അതെന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഇങ്ങനെ ബുദ്ധിശൂന്യമായ നിലപാടുകളിലേക്ക് പോകുന്നത് നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ പ്രകടനങ്ങളൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൃത്രിമമായി സൃഷ്ടിച്ചതെന്ന് തോന്നുന്നില്ല. കാരണം അതിൽ കണ്ട ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അവർക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ നേതാവ്, അതല്ലെങ്കിൽ അസംബ്ലിയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട്. അങ്ങനെയുള്ള 2 പേർക്ക് അവസരം കൊടുക്കാതെ അമ്പയറായിട്ട് നിന്ന ഒരാൾ കളിക്കാരനായി മാറുന്ന ഒരു പ്രക്രിയ, ഇത്തരം അത്ഭുതങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുമെന്ന് ജയശങ്കർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്.